DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകളെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവിധ റേഷൻ അറിയിപ്പുകളും യഥാസമയം അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ 1-ാം തീയതി മുതൽ 1 ലക്ഷം മുൻഗണനാ കാർഡുകൾ അർഹരായവർക്ക് വിതരണം ചെയ്യുമെന്നാണ് ഗവർണർ കഴിഞ്ഞ ദിവസം മുഴുവൻ വായിക്കാതിരുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ സർക്കാർ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിലവിൽ നീല, വെള്ള കാർഡുള്ളവർക്കാണ് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിനുള്ള അവസരമൊരുങ്ങുന്നത്. 2024 ജനുവരി മാസം മുതൽ അടുത്ത 5 വർഷത്തേക്ക് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്ക് അരിയും ഗോതമ്പുമെല്ലാം കേന്ദ്ര സർക്കാർ പൂർണ്ണമായും സൗജന്യമാക്കി കഴിഞ്ഞു. APL റേഷൻ കാർഡുകളായ നീല, വെള്ള കാർഡുകാരേക്കാൾ കൂടുതൽ റേഷൻ വിഹിതവും BPL കാർഡുകൾക്കുണ്ട്. മണ്ണെണ്ണയും ആട്ടയും നിലവിൽ മുൻഗണനാ കാർഡുകാർക്ക് മാത്രമാണുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിനും മുൻഗണനാ കാർഡുകൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ സാമ്പത്തികമായി ഉയർന്ന നിലയിലായിട്ടും പണ്ട് ലഭിച്ച മുൻഗണനാ കാർഡുകൾ തുടർന്നും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന അനർഹരിൽ നിന്നും അവ പിടിച്ചെടുത്താണ് അർഹരായവർക്ക് അത് നൽകുന്നത്. ചിലർ സ്വമേധയാ മുൻഗണനാ കാർഡുകൾ തിരികെ നൽകി പകരം പൊതുവിഭാഗം കാർഡായ വെള്ളക്കാർഡിലേക്ക് മാറുന്നുണ്ട്. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം മുൻഗണനാ കാർഡിനു വേണ്ടി അപേക്ഷിച്ചിരുന്ന നീല, വെള്ള കാർഡിലെ 3,67,786 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് കഴിഞ്ഞ വർഷം വരെ നൽകിയെന്ന് ഭക്ഷ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. 2024 ജനുവരിയിൽ 45,127 പേർക്ക് കൂടി മുൻഗണനാ കാർഡുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ 4,12,913 കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് ലഭ്യമാകും. അർഹതയുള്ള പല കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡ് അപേക്ഷ നൽകിയാലും ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ. അതിനാൽ ഇനിയും അനർഹരുടെ കൈകളിലിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡ് കർശന പരിശോധന നടപടികളിലൂടെ തിരിച്ചെടുത്ത് അർഹരായ നീല, വെള്ള കാർഡ് ഉടമകൾക്ക് നൽകും. ഇതോടൊപ്പം മുൻഗണനാ കാർഡ് ഉണ്ടായിട്ടും മാസങ്ങളോളം റേഷൻ വാങ്ങാത്ത 10,000-കണക്കിന് പേരാണ് സംസ്ഥാനത്തുള്ളത്. 3-4 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ കാർഡുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം റേഷനിംഗ് ഇൻസ്പെക്ടർമാർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും തുടർന്ന് ആയിരക്കണക്കിന് അനർഹരുടെ കാർഡുകൾ പിടിച്ചെടുത്ത് അവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ മാത്രം 5,110 പിങ്ക് കാർഡുകാരെയും 475 മഞ്ഞക്കാർഡുകാരെയും ഇത്തരത്തിൽ ഒഴിവാക്കിയിരുന്നു. മറ്റ് ജില്ലകളിലും ഈ നടപടികൾ തുടരുകയാണ്. സർക്കാർ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ അത് വാങ്ങാതിരുന്ന മുൻഗണനാ കാർഡുകാരുടെയും ലിസ്റ്റ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ വിശദീകരണം ഓണക്കിറ്റ് വാങ്ങാതിരുന്നതിന് നൽകാത്തവരെയും ഒഴിവാക്കുന്നതാണ്. 2024 മുൻഗണനാ കാർഡിനായുള്ള ഓൺലൈൻ അപേക്ഷാ തീയതികൾ ഭക്ഷ്യവകുപ്പിൽ നിന്നും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഇനി കേവലം 3 ദിവസങ്ങൾ കൂടിയാണ് ജനുവരി റേഷൻ വിതരണമുള്ളത്. ഇടയ്ക്ക് ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ സമരമുണ്ടായതിനാൽ ജനുവരി പകുതിക്ക് ശേഷമാണ് റേഷൻ വിതരണം സജീവമായത്. ഇപ്പോൾ റേഷൻ കടകളിലൂടെ 6 ഇനം അരിയാണ് നൽകുന്നത്. പച്ചരി, പുഴുക്കലരി, മട്ട അരി എന്നിവയ്ക്ക് പുറമെ സമ്പുഷ്ടീകരിച്ചതും സമ്പുഷ്ടീകരിക്കാത്തതുമായ അരിയും വിതരണത്തിനുണ്ട്. ഇവ ഓരോ ബില്ലിൽ തന്നെ പ്രത്യേകമായി രേഖപ്പെടുത്തി നൽകും. FCAയിൽ നിന്നും ഫോർട്ടിഫൈഡ് അരി മാത്രമാണ് ഏതാനും മാസങ്ങളായി വിതരണം ചെയ്യുന്നതെങ്കിലും മുൻപ് വിതരണം ചെയ്ത സമ്പുഷ്ടീകരിക്കാത്ത അരി പല റേഷൻ കടകളിലും സ്റ്റോക്കുണ്ട്. ഇതും വിൽക്കാമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനുവരി 31-നുള്ളിൽ തന്നെ എല്ലാവരും റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക.